പടിഞ്ഞാറേക്കോട്ടയിൽ വെടിയേറ്റ ഷിനിയുടെ ഭർത്താവ് സുജിത്തിനെതിരെ ബലാത്സംഗത്തിന് കേസെടുത്തു. കേസിലെ പ്രതിയായ ഡോക്ടർ ദീപ്തി നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കേസ്. തന്നെ പീഡിപ്പിച്ചതിലുള്ള പ്രതികാരമായാണ് സുജിത്തിന്റെ വീട്ടിൽ കയറി ഭാര്യയെ ആക്രമിച്ചതെന്നാണ് മൊഴി. കഴിഞ്ഞ ഞായറാഴ്ച രാവിലെയാണ് തലസ്ഥാനത്ത് ഞെട്ടിച്ചുകൊണ്ട് പടിഞ്ഞാറേക്കോട്ടയിലെ വീട്ടിൽ കയറി ഷിനിയെ ദീപ്തി വെടിവെച്ചത്. മുഖം മറച്ചെത്തിയ ഇവർ ആമസോൺ കൊറിയർ നൽകാൻ വന്നതാണെന്നായിരുന്നു പറഞ്ഞത്. തുടർന്ന് ഷിനിയെ വെടിവെച്ച ശേഷം അവിടെ നിന്ന് കടന്നു കളഞ്ഞു. ദീപ്തി വന്ന കാറിന്റെ നമ്പറും വ്യാജമായിരുന്നു. തെറ്റിദ്ധരിപ്പിക്കാനായി പുറകിൽ എൽ ബോർഡും പതിപ്പിച്ചിരുന്നു. 1 മണിക്കൂറും 10 മിനിറ്റും കൊണ്ടാണ് ഈ കാർ കൊല്ലത്തെത്തിയതെന്ന് കണ്ടെത്തി. ആരെയും സംശയമില്ലെന്നും ആർക്കും തന്നോട് വിരോധമുണ്ടാകില്ലെന്നുമായിരുന്നു വെടിയേറ്റ ഷിനിയുടെ മൊഴി. എന്നാൽ ഇത് പോലീസ് വിശ്വസിച്ചില്ല. തുടർന്ന് ഷിനിയുടെയും സുജിത്തിന്റെയും ദീപ്തിയുടെയും എല്ലാം ഫോൺ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പോലീസിന് നിർണായക വിവരങ്ങൾ ലഭിച്ചത്. കാമുകന്റെ ഭാര്യയെ വെടിവെച്ച് താൻ അനുഭവിച്ച യാതനകൾ അയാളെയും അറിയിക്കാൻ ഉറപ്പിച്ചു. ഓൺലൈനിൽ തോക്ക് വാങ്ങി ഭർത്തൃപിതാവിന്റെ കാറുമെടുത്ത് ട്രയൽ റൺ നടത്തി കൊറിയർ ഏജന്റായി വന്ന് വെടിവെച്ചു. ഇപ്പോൾ വധശ്രമം ചുമത്തപ്പെട്ട് ജയിലിൽ കഴിയുകയാണ് ദീപ്തി.